പൊതുഗതാഗത സംവിധാനത്തിൽ ഒരു വിപ്ലവകരമായ മാറ്റം എന്ന നിലയിൽ UDF സർക്കാർ കൊണ്ടുവരുന്ന സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് എൻ്റെ വ്യക്തമായ അഭിപ്രായം SKN സ്ത്രീകൾക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പൊതുഗതാഗത സൗകര്യങ്ങൾ സൗജന്യമാക്കി കൊടുക്കുന്ന ഒരു സർക്കാർ ആയിരിക്കണം കേരളത്തിൽ വരേണ്ടത് എന്നാണ്. അതിന് ഞാൻ നിരത്തുന്ന ന്യായം, എൻ്റെ യുക്തി എന്ന് പറയുന്നത്, നമുക്ക് പൊതുജനാരോഗ്യ രംഗത്ത് സൗജന്യ ചികിത്സ ഉറപ്പ് നൽകുന്നുണ്ട്. അതിൻ്റെ ബാധ്യതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറില്ല. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഈ സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് വരുത്തുന്ന ബാധ്യതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറില്ല. അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു ജനകീയ സർക്കാരിൻ്റെ ഒരു ക്ഷേമ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് പൊതുഗതാഗത സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുക. അതിൽ എൻ്റെ അഭിപ്രായം സ്ത്രീകൾക്ക് മാത്രമല്ല SKN മുഴുവൻ ജനങ്ങൾക്കും, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സൗജന്യമായി പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ്. ഇനി വനിതകൾക്ക് സൗജന്യം നൽകുമ്പോൾ നമ്മൾ എടുത്ത് മാതൃകയായി കാണിക്കുന്നത് കർണാടകയിലെ സാഹചര്യമാണ്. കർണാടകത്തിൽ 90% വരുന്ന അവിടുത്തെ ബസ്സുകളും അവിടുത്തെ സർവീസുകളും നിയന്ത്രിക്കുന്നത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള 4 കമ്പനികളാണ്. കേരളത്തിലെ സാഹചര്യം നോക്കൂ. കേരളത്തിൽ ഈ പൊതുഗതാഗത സൗകര്യം ഓരോ നാൾ കഴിയുന്നവർ കുറഞ്ഞു വരികയാണ്. പലയിടങ്ങളിലേക്കും സർവീസുകളേ ഇല്ല. അതായത് UDFന് ഏറ്റവും മികച്ച വിജയം നൽകിയ മലപ്പുറം ജില്ലയിൽ 9% അവരുടെ സർവീസ് ഉള്ളത്. കേരളത്തിൽ 7 ജില്ലകളിൽ 25% സർവീസ് മാത്രമാണ് ഈ KSRTCക്കുള്ളത്. ഈ KSRTC സർവീസിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തതുകൊണ്ട് അവർക്ക് ശരിയായ സമയത്ത് തൊഴിൽ സ്ഥലങ്ങളിൽ എത്താൻ പറ്റുമെന്നും അത് വലിയ മാറ്റം ഉണ്ടാക്കുമെന്നും പറയുന്നതിന് യുക്തിയില്ല. ഇന്ന് CP ജോൺ ഗതാഗത മന്ത്രി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വ്യക്തതയൊക്കെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹം വിശദീകരിക്കുമെന്നാണ്. SKN ഞാൻ എൻ്റെ അഭിപ്രായം ആവർത്തിച്ച് പറയുന്നു. കേരളത്തിലെ പൊതുജനാരോഗ്യം പോലെ സംവിധാനം പോലെ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം പോലെ, കേരളത്തിലെ പൊതുഗതാഗത സൗകര്യവും പൂർണ്ണമായും കേരളത്തിലെ ജനങ്ങൾക്ക് സൗജന്യമാക്കുന്ന തരത്തിലേക്ക് ഗവൺമെന്റിന്റെ മെഷീനറി മാറണം. അതിനുള്ള ഇച്ഛാശക്തി സർക്കാരിനുണ്ടോ? അതുപോലെ തന്നെ കർണാടക മാതൃകയിൽ ഈ സർക്കാർ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ ഇത് ഏറ്റെടുക്കുക എന്ന സംവിധാനത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയുമോ എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഇതിനകത്ത് വെക്കുകയാണ്. SKN 2 പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കാം. അതിൽ മറ്റൊന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആശാ വർക്കർമാരുടെ പ്രശ്നമാണ്. ആശാ വർക്കർമാരുടെ പ്രശ്നത്തിൽ അനുഭാവപൂർണ്ണമാണ് ഈ സർക്കാർ ഇതുവരെ സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അവർ തൃപ്തരാണ്. എന്തുകൊണ്ടാണ് 266 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ, ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ, മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ 266 ദിവസം വെള്ളം പോലും കുടിക്കാതെ ആശമാർ സമരം ചെയ്തപ്പോൾ അനുഭാവപൂർണ്ണം ഒരു ചർച്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താമെന്ന ഒരു സാധാരണ ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കുന്ന തരത്തിൽ ഒരു വാഗ്ദാനം പോലും നൽകാൻ കഴിയാതെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനി സർക്കാർ വാക്ക് പാലിക്കുമോ എന്ന് സംശയിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ അടിസ്ഥാനമില്ല. ഏതായാലും ഈ സർക്കാർ ഭരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ തൊട്ടതെല്ലാം പ്രശ്നങ്ങളാണ്, അവർ വലിയ വലിയ കുഴപ്പങ്ങളിലേക്ക് പോകുന്നു എന്ന ദോഷായിക ദൃക്കുകൾ നമ്മൾ ആവേണ്ടതില്ല. അതേസമയം തന്നെ SKN അതേ നാവ് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞത് പ്രതിപക്ഷത്തിരിക്കുക എന്നതാണ്. സർക്കാരിൻ്റെ ഭാഗത്തുള്ള പിഴവുകൾ, വാഗ്ദാന ലംഘനങ്ങൾ, പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലുള്ള അലംഭാവം, അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ, ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ. അതുകൊണ്ട് അവരോട് ഒരു കരുണയും അവരെ വിമർശിക്കുന്ന കാര്യത്തിൽ നമ്മൾ കാണിക്കേണ്ടതില്ല. പക്ഷേ ദിസ് ഈസ് ടു ഏർലി ടു ജഡ്ജ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. നമുക്കൊരു ഇടവേള എടുക്കണം. VD ഒരു സാധാരണ മുഖ്യമന്ത്രിയല്ല. എന്നാൽ 102 സീറ്റ് അധികാരത്തിലേക്ക് എത്തി. അത് 10 ദിവസം ഉണ്ടായി. ജനം കൂടി തെരഞ്ഞെടുത്ത നേതാവാണ്, സോഷ്യൽ മീഡിയ നേതാവാണ്. അതുകൊണ്ട് സ്ക്രൂട്ടണി ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ കുറച്ചുകൂടി കർശനമായിരിക്കും, കടുത്തതായിരിക്കും. അതുകൊണ്ട് VD അതുകൂടി പ്രതീക്ഷ വേണം. എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമെടുത്താൽ അത് പാളിയാൽ ആക്രമണം 10 മടങ്ങ് ശക്തമായിരിക്കും ജനങ്ങളുടെ. മുഖ്യമന്ത്രിയെ ഞാനിന്ന് സന്ദർശിച്ചിരുന്നു ആഷ്മി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതുവരെ അങ്ങേ സപ്പോർട്ട് ചെയ്ത പല മാധ്യമങ്ങളുണ്ടാകും, ആ ഹണിമൂൺ കഴിയും. ഇനി കണ്ണും കാതും കൂർപ്പിച്ചിരിക്കും ഞങ്ങൾ ഉൾപ്പെടെ വിമർശിക്കാനായിട്ട്. അത് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അതിൽ പൂർണ്ണ ബോധവാനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.